മുല്ലപ്പെരിയാർ കേസിൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയെ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് ഹർജി നൽകിയിരുന്ന കോതമംഗലം സ്വദേശി ഡോക്ടർ ജോ ജോസഫാണ് സുപ്രീം കോടതിയിൽ പുതിയ അപേക്ഷ ഫയൽ ചെയ്തത്. അണക്കെട്ടിന്റെ സുരക്ഷ ദൈനംദിനം വിലയിരുത്താൻ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയോട് നിർദ്ദേശിക്കണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സ്വാഗതാർഹമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയും വ്യക്തമാക്കി. വരുന്ന 30-ന് കേരളം നൽകുന്ന സത്യവാങ്മൂലം അവധാനതയോടെ വേണമെന്നും കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇടപെടലിന്റെ ഭാഗമായി മുല്ലപ്പെരിയാറിന്റെ അവസ്ഥകളെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു സമിതിയെ ചുമതലപ്പെടുത്തണമെന്നും അതിനുശേഷം മെയിൻ്റനൻസ് വർക്കുകൾ മതിയെന്നുള്ള തമിഴ്നാട് കൊടുത്ത അപേക്ഷയിന്മേലുള്ള മറുപടിയിൽ ഈ വരുന്ന 30-ാം തീയതി കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാൻ പോവുകയാണ്. അവർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ ആ ഹർജിയിൽ 2021 കേന്ദ്ര മന്ത്രിസഭ പാസാക്കിയ പാർലമെന്റിൽ അമെൻമെന്റായി വന്ന ഡാമുകളുടെ ഏകോപനം എല്ലാം നിലനിർത്തിക്കൊണ്ട് ഒരു ഡാം സേഫ്റ്റി ബില്ല് പാസാക്കുകയും അതിനൊരു അതോറിറ്റി ഉണ്ടാകുകയും ചെയ്തു. ഫലത്തിൽ ജല കമ്മീഷന്റെയും ജല അതോറിറ്റിയുടെയും ജലനിധിയുടെയും കീഴിലാണ് ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഡാം സേഫ്റ്റി ബില്ലിൻ്റെ ആധാരമാക്കി ജല കമ്മീഷനെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഇതിൽ കക്ഷി ചേർക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത പുതിയ കേസ് ഫയൽ ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ ജോ ജോസഫിൻ്റെ ഹർജിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുല്ലപ്പെരിയാർ സമരസമിതി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെൻറ് ആ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും ഗൗരവത്തോടെ കൃത്യമായ അവധാനത്തോടു കൂടി എന്നുള്ള ഒരു വാക്ക് കാലങ്ങളായി മുല്ലപ്പെരിയാർ സമരസമിതി ഉന്നയിക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അവധാനത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കുവാൻ നമുക്ക് കഴിയണം. ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരം കേന്ദ്ര ജല കമ്മീഷന്റെ ഉത്തരവ് ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ കൃത്യമായ രീതിയിൽ കേരളം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ആയതിനാൽ ജലനിധിയുടെ കീഴിൽ ജല കമ്മീഷന്റെ കീഴിലുള്ള ജലശക്തി ഉൾപ്പെടുന്ന ഈ ഡിപ്പാർട്ട്മെന്റുകളെയും ഈ കേസിലേക്ക് കക്ഷി ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുവാൻ പറ്റുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ ജല കമ്മീഷന്റെ ഈ ഡാം സേഫ്റ്റി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ ജല അതോറിറ്റിയിലും ജല കമ്മീഷന്റെ കീഴിലും വിദഗ്ധരായ ആൾക്കാരുള്ളതുകൊണ്ട് അവരെയും കൂടി ഈ വിഷയത്തിൽ പരിഗണിച്ചുകൊണ്ട് വേണം സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ സത്യവാങ്മൂലം ചെയ്യുവാനുള്ളത് എന്ന്. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.